നമ്മളൊരുപാട് വേദനകളുള്ളവരാണ്. രോഗിയായി കിടക്കുന്ന മനുഷ്യനോട് എന്ത് വേണമെന്ന് ചോദിച്ചാൽ എൻ്റെ രോഗമെന്ന് മാറിക്കിട്ടിയാൽ മതി. കടബാധ്യതകളിൽ മുഴുങ്ങി കഴിയുന്ന ആളുകളോട് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ മറുപടി ഒന്ന് മാത്രം: കടം വീടി കിട്ടിയാൽ മതി. മക്കളില്ലാത്തവരോട് എനിക്കൊരു കുഞ്ഞു ജനിച്ചാൽ മതിയായിരുന്നു, ആണോ പെണ്ണോ അത് പ്രശ്നമല്ല, ഞങ്ങ വൈകല്യുണ്ടെങ്കിൽ എൻ്റെ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് ഞാൻ നോക്കിക്കൊള്ളാം, എനിക്കൊരു കുഞ്ഞിനെ വേണം. വീടില്ലാത്തവന് വീട് വേണം, ആരോഗ്യം നഷ്ടപ്പെട്ടവന് ആരോഗ്യം വേണം, ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോയവർക്ക് ഇസ്സത്ത് തിരിച്ചു കിട്ടണം. ഇതൊക്കെ നഷ്ടങ്ങളാണ്, നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിൽ പറയുന്ന വിഷയങ്ങളാണിതൊക്കെ. എന്നാൽ ഏറ്റവും വലിയ നഷ്ടം, ഏറ്റവും വലിയ ഹിർമാൻ, ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കാതെ പോയെന്ന ബോധം വരുന്നത്, എനിക്ക് അള്ളാഹുവിനോട് അടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. വലാ യജിദു ലദ്ദത ഹലാവത്തിൽ ഇബാദ, ഇബാദത്തിൻ്റെ ഒരു മധുരമുണ്ട്, ഇബാദത്തിനൊരു ആനന്ദമുണ്ട്, നിസ്കാരത്തിനൊരു മധുരമുണ്ട്, ഖുർആൻ ഓതുന്നതിനൊരു മധുരമുണ്ട്, ദിക്ർ ചൊല്ലുന്നതിന് എന്തെന്നില്ലാത്ത ആസ്വാദനമുണ്ട്. നാവുകൾ ചലിക്കുമ്പോഴും മനസ്സിനുള്ളിലേക്ക് ആ ഒരു മധുരം കയറി വരുന്നില്ലെങ്കിൽ ഒരു മനുഷ്യന് ലോകത്ത് നഷ്ടമാകുന്ന ഏറ്റവും വലിയ നഷ്ടം അൽ ഖുർബ് മിനല്ലാഹ്, അള്ളാഹുവിനോടുള്ള അടുപ്പം നഷ്ടമാകുന്നതാണ്. പിന്നെയോ ഇബാദത്തിൻ്റെ ആനന്ദം നഷ്ടപ്പെടുന്നതാണ്. സലഫ് സ്വാലിഹീങ്ങൾ പറയുന്നൊരു കൗതുകകരമായ നുക്തയുണ്ട്. തെറ്റുകൾ ചെയ്ത് നടക്കുന്ന ഒരു മനുഷ്യൻ വന്ന് പറയാൻ, നിങ്ങൾ പറഞ്ഞില്ലേ തെറ്റ് ചെയ്ത അള്ളാഹ് ശിക്ഷിക്കുന്നു, ഞാൻ എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ട് അള്ളാഹു എന്താണ് എന്നെ ശിക്ഷിക്കാത്തത്? എനിക്കൊരു ശിക്ഷയും കാണുന്നില്ലല്ലോ, എൻ്റെ കച്ചവടം അതേപോലെ ഉഷാറായി പോകുന്നുണ്ട്, ഞാൻ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ട്, ഞാൻ എല്ലാ കുരുത്തക്കേടും ചെയ്യുന്നുണ്ട്, എനിക്കൊന്നും ഞാൻ കണ്ടില്ലല്ലോ. അപ്പോഴാണ് നാദാഹു മുനാദിൻ, ഒരു അശരീരി കേൾക്കുകയാണ്, അമാ ഹുരിംത ലദ്ദതൽ ഖുർബി മഅല്ലാഹ്, അള്ളാഹുവിനോട് അടുക്കാൻ സാധിക്കുക എന്ന ഏറ്റവും വലിയ ആനന്ദം നിനക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ? അതാണ് നിനക്ക് ലഭിച്ച ഏറ്റവും വലിയ അദാബ്, വലിയ ശിക്ഷ അതാണ്. വയശീബുൽ മർഉ ഫിൽ ഇസ്ലാം വലം തുഖ്ബൽ ലഹു സ്വലാഹ്, ഒരു നിസ്കാരം പോലും സ്വീകരിക്കപ്പെട്ടതായിട്ട് ഇല്ലാതെ പോകുന്ന എത്രയോ ആളുകൾ മുസ്ലിമായി ജനിച്ച് നരബാധിച്ച് മരിച്ചു പോകുന്നവരിൽ കാണാം. ഉല്ലം തുഖ്ബൽ ലഹു സ്വലാഹ്, ഒരു നിസ്കാരം പോലും അള്ളാഹു സ്വീകരിച്ചു കാണില്ല. ഇത് നഷ്ടമാണ്. ഈ നഷ്ടം നികത്താൻ കഴിയുന്ന നമ്മുടെ കൈപിടിക്കാനും അള്ളാഹുവിലേക്ക് കൊണ്ടുപോകാനും കഴിയുന്ന ദൗത്യമാണ് മഹല്ലിലെ പണ്ഡിതന്മാർ, ഖതീബുമാർ, മുദർരിസുമാർ, മുഅല്ലിമുമാർ, മദ്രസയിൽ അധ്യാപകന്മാർ, സദറുസ്താദ്, ഇവരെല്ലാം നിർവഹിക്കുന്ന, വഅദ് പറയുന്നവർ, ദീൻ പഠിപ്പിക്കുന്നവർ മുഴുവൻ ചെയ്യുന്നത് അള്ളാഹുവിലേക്ക്, പടച്ചതമ്പുരാന്റെ ഹളറത്തിലേക്ക് മനുഷ്യരുടെ ഖൽബുകളെ കൊണ്ടുപോവുക എന്ന വലിയ ദൗത്യമാണ്. അത് മാത്രം നടക്കാതെ ബാക്കി എല്ലാം നടന്നിട്ട് എന്ത് കാര്യമാണ്? وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ലോകാവസാനം വരെ വരാൻ പോകുന്ന സർവ്വ ആണിനും പെണ്ണിനും അള്ളാഹു ഉദാഹരണം പറഞ്ഞത്, അള്ളാഹു ഉദാഹരണമാക്കി വെച്ചത് രണ്ട് പെണ്ണുങ്ങളെയാണ്. ആണുങ്ങൾക്ക് ഉദാഹരണം പെണ്ണാണ്, പെണ്ണുങ്ങൾക്ക് ഉദാഹരണം പെണ്ണാണ്. അത് ആരാണെന്നറിയുമോ? ആസിയ ബിൻത് മുസാഹിം, ഫറോവയുടെ ഭാര്യയായി ജീവിക്കുകയും എന്നാൽ തൗഹീദിന്റെ മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ റിസാലത്തിന്റെ പക്ഷം ചേർന്ന് ജീവിക്കുകയും ചെയ്തത് കാരണം ദാരുണമായ ഒരു അന്ത്യം സംഭവിച്ച മഹദിയാണ് ആസിയ ബിൻത് മുസാഹിം റളിയല്ലാഹു അൻഹാ. ഫറോവയുടെ കൂടെ ജീവിച്ചിട്ട് ആ കൊട്ടാരം നഷ്ടമാവുന്നു എന്ന് മാത്രമല്ല, ക്രൂരമായ കിരാതമായ മർദ്ദനങ്ങൾക്ക് വിധേയയായി ആ മഹദി മരിക്കുന്ന രംഗങ്ങൾ ചരിത്രത്തിൽ കാണാം, ഹദീസിന്റെ വചനങ്ങളിൽ കാണാം, അസറുകളിൽ കാണാം. പക്ഷെ അല്ലാഹു ഉദ്ധരിച്ചത് മഹദിയുടെ നാവിലൂടെ വന്നൊരേ ഒരു പ്രാർത്ഥനയാണ്. അത് മരിക്കുന്ന നേരത്താകാം, അതിന് തൊട്ടു മുമ്പാകാം.
ഫറോവയുടെയും കിങ്കരന്മാരുടെയും ഭീഷണി വന്ന നേരത്താകാം. എപ്പോഴാണ് മഹദി പറഞ്ഞത്? നാവ് കൊണ്ട് പറഞ്ഞോ മനസ്സുകൊണ്ട് പറഞ്ഞ പ്രാർത്ഥനയാണോ എന്ന് പോലും അറിയില്ല. സൂറത്തു തഹ്രീമിന്റെ അവസാന ഭാഗം വദറബല്ലാഹു മസല, അല്ലാഹു നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു തരട്ടെ, ആരാണ് വിശ്വാസി എന്ന് പറഞ്ഞു തരട്ടെ. വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ, ഫറോവയുടെ ഭാര്യയായ ആസിയ ബീവിയാണ് വിശ്വാസിനികൾക്ക് മുഴുവനുമുള്ള ഉദാഹരണം. ഇദ് ഖാലത്, എന്തു ചെയ്തു എന്നല്ല, എന്ത് മഹദി പറഞ്ഞു. മഹദിയുടെ മനസ്സിൽ എന്താണ് വന്നത്? റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്നഹ് സഅലത്തിൽ ജിവാറ ഖബ്ല അദ്ദാർ. റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്നഹ്, പടച്ചവനെ എനിക്ക് സ്വർഗം തരണേ എന്ന് മരിച്ചുപോയ എത്രയോ ആളുകൾ ഉണ്ടാകാം. എനിക്ക് സ്വർഗം വേണം റബ്ബേ എന്ന് പറഞ്ഞു പോയവർ എത്രയോ കാണാം. പക്ഷെ ആസിയ ബീവി ചോദിച്ചത് അങ്ങനെയല്ല. റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്നഹ്, അല്ലാഹുവേ നിന്റെ അരികത്ത് എനിക്കുണ്ടാക്കി തരണം ഒരു വീട് നിന്റെ സ്വർഗലോകത്ത്. അയൽപ്പക്കം ചോദിച്ചതിന് ശേഷമാണ് വീട് വേണമെന്ന് മഹദി ചോദിച്ചത്. ആരുടെ അടുത്ത്? അല്ലാഹുവേ നിന്റെ അരികത്തിൽ, നിന്റെ അരികത്ത് എനിക്കൊരു വീട് വേണം. വീട് വേണം എന്നല്ല ആദ്യം പറഞ്ഞത്, നിന്റെ അരികത്ത്. റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. അതുകൊണ്ടാണ് മുഫസ്സിറുകൾ പറയാ സഅലത്തിൽ ജിവാറ ഖബ്ല അദ്ദാർ, വീട് വേണം എന്ന് ചോദിക്കുന്നതിന്റെ മുമ്പ് അയൽപക്കം എന്താവണം എന്ന് ചോദിച്ചു മഹദി റളിയല്ലാഹു അൻഹ. അല്ലാഹുവേ നിന്റെ അരികത്ത്, നിന്റെ അരികത്തേക്ക് എന്ന ചിന്തയിലാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുന്നത്. ഫറോവയുടെ കൊട്ടാരമോ ആർഭാടമോ നഷ്ടപ്പെട്ടാലും എനിക്ക് പ്രശ്നമല്ല റബ്ബേ, നിന്റെ അരികത്തേക്ക്, നിന്റെ അരികത്തേക്ക് എനിക്ക് വരണം. അല്ലാഹുവിലേക്ക്. മുഅ്മിനീങ്ങളുടെ ഉദാഹരണമാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ. നമുക്കെപ്പോഴും പടച്ചോനിലേക്ക് ഒരടി അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നുണ്ടോ? ഒരല്പം അല്ലാഹുവിലേക്ക് ഇന്ന് ഞാൻ അടുത്തോ ഇന്നലത്തേതിനേക്കാളും? ഈ ചോദ്യം നമ്മളോട് ചോദിക്കണമെന്നാണ്. കുറേ നമ്മൾ വായിച്ചിട്ടുണ്ടാവാം, കുറേ അറിവ് കേട്ടിട്ടുണ്ടാകാം, പക്ഷെ നമ്മൾ പടച്ചോനിലേക്ക് അടുത്തിട്ടുണ്ടോ? وَمِمَّا زَادَنِي عِزًّا وَتِيهًا وَمِمَّا زَادَنِي عِزًّا وَتِيهًا وَكِدتُّ بِأَخْمُصِي أَطْأُ الثُّرَيَّا دُخُولِي تحت قولك يا عبادي وأن صيرت أحمد لي نبيا. MLA നമ്പർ ഉണ്ട് എന്ന് പറയുമ്പോൾ ആളുകളുടെ അഭിമാനം എത്രയാൻ. മന്ത്രി എൻ്റെ ആളാണ്, CI എൻ്റെ ആളാണ്, SI എൻ്റെ. എന്താ, അവരൊക്കെ വലിയ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റീസാണ്, കാര്യങ്ങൾ നടത്തിത്തരാൻ കഴിയുന്നവനാണ്. ദുന്യാവിലെ മനുഷ്യന് വല്ല അസുഖം വന്നാൽ വല്ലതും നടക്കുമോ? അധികാരം പോയ മന്ത്രിയായി, മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയെന്ന് വിചാരിക്കുക, അധികാരം നഷ്ടപ്പെട്ടാൽ പിന്നെ ആൾക്കാർ മൈൻഡ് ചെയ്യുമോ? ഇല്ല. ആൾക്കെന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? ഒന്നും പറ്റൂല. എന്നാലും എന്തൊരു അഭിമാനത്തിലാണ് പറയാം, എൻ്റെ ആളാണ് CM, എൻ്റെ ആളാണ്, എനിക്ക് അടുത്ത ബന്ധമാണ്, ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കും, സംസാരിക്കും. ആയിക്കോട്ടെ. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ അഭിമാനം എന്താണെന്നറിയുമോ? وَمِمَّا زَادَنِي عِزًّا وَشَرَفًا وَكِدتُّ بِأَخْمُصِي أَطْأُ الثُّرَيَّا. ഭൂമിയിലൂടെ കാല് വെച്ച് നടക്കുന്ന മനുഷ്യനാണെങ്കിൽ തന്നെയും എൻ്റെ കാലിൻ്റെ ഉള്ളകം കൊണ്ട് ഉന്നത നക്ഷത്ര ലോകങ്ങളിൽ കാല് ചവിട്ടുന്ന പോലെ അഭിമാനം കൊണ്ട് ത്രസിക്കുകയാണ് ഞാൻ. രണ്ട് കാരണം കൊണ്ട്. നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് സമ്പത്തില്ലാതിരിക്കാം, വീടില്ലാതിരിക്കാം, കച്ചവടം നഷ്ടമായിരിക്കാം, മക്കളില്ലാതിരിക്കാം, മക്കളിലൂടെ, ഭാര്യയിലൂടെ, കുടുംബത്തിലൂടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സന്തോഷം പോലും കിട്ടാത്ത അവസ്ഥകൾ വന്നിരിക്കാം. എന്നാൽ ദുഖൂലി തഹ്ത ഖൗലിക യാ ഇബാദി, എൻ്റെ അടിമകളെ എന്ന് അള്ളാഹു വിളിക്കുമ്പോൾ ഞാൻ അതിൽ പെട്ടുപോയിട്ടുണ്ടല്ലോ. എൻ്റെ ഉടമസ്ഥനാണ് അള്ളാഹു എന്ന ഒരഭിമാന ബോധം ഒരു മുഅ്മിനിന് എപ്പോഴും വേണ്ടതല്ലേ? എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. MLA മന്ത്രിയൊക്കെ പോട്ടെ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും ഇതൊന്നുമല്ല, നമ്മൾ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. ഇത് നമുക്ക് തോന്നാറുണ്ടോ?
എല്ലാറ്റിനും കഴിവുള്ളവനാണ് അല്ലാഹു, അല്ലേ? വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാറ്റിനും കഴിവുള്ളവനാണ്. നമ്മളൊന്ന് വിചാരിക്കുന്ന പോലെയല്ല. അള്ളാഹുവിൻ്റെ ചില തർത്തീബുകൾ, ചില ഹിക്മത്തുകൾ പോലും നമുക്കറിയില്ല. കാര്യം നടക്കുമ്പോഴേ ഇതിനായിരുന്നല്ലേ അള്ളാഹു ഇത് ചെയ്തത് എന്ന് മനസ്സിലാവും. യാ റബ്ബ്, എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട് എന്ന് മുഅ്മിനായ മനുഷ്യന് തോന്നണം. അത് മാത്രമല്ല, വഅൻ സ്വയ്യറത അഹ്മദ ലീ നബിയാ, എൻ്റെ നബി നൂഹ് നബിയോ, എൻ്റെ നബി ലൂത്ത് നബിയോ, അയ്യൂബ് നബിയോ, സുലൈമാൻ നബിയോ അല്ല. ഞാൻ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മച്ചിയാണല്ലോ. എൻ്റെ റസൂല് മുഹമ്മദ് നബി തങ്ങളല്ലേ, സയ്യിദുൽ അംബിയാ, അംബിയാഇൻ്റെ നേതാവാണ്, അഷ്റഫുൽ ഖൽഖ് തങ്ങളെ. ആ റസൂലിൻ്റെ ഉമ്മച്ചിയല്ലേ ഞാൻ. എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ടല്ലോ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഞാൻ ആകാശലോകത്താണ്, ഭൂമിയിലല്ല എന്ന് ഒരു മുഅ്മിൻ അഭിമാനത്തോടെ പറയാൻ കഴിയണം. ഇത് മരിക്കണവരെ പറഞ്ഞൂടെ? നമുക്കങ്ങനെ തോന്നുന്നുണ്ടോ? അത് ആർക്കെങ്കിലും തോന്നുന്നില്ലെങ്കിൽ ഫഹുവൽ മഹ്റൂം, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ദൂരയാക്കപ്പെട്ടു എന്ന ഏറ്റവും ദാരുണമായൊരവസ്ഥയിലാണ് നമ്മളുള്ളത്. അള്ളാഹുവിൻ്റെ ഖുർബിലേക്ക്, പടച്ചവൻ്റെ ജിവാറിലേക്ക് കടക്കാൻ കഴിയാതെ പോയാൽ ഏറ്റവും വലിയ നഷ്ടമല്ലേ അത്?